അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങളും കൂടെ തന്നെ അയനക്കുട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പുറത്ത് നല്ല മഴ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിൽ ഉണ്ടാകും. ഇന്നാണ് ഇവിടെ മഴ പെയ്യുന്നത്. ഇന്നലെ കുറേ സ്ഥലത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എന്താണ് കേട്ടോ മഴ പെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം, അതുപോലെ എണ്ണക്കടിയൊന്നും വേണ്ട പറഞ്ഞു കാക്കു. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കണില്ല എന്നാണ് വിചാരിക്കുന്നത്. ബിരിയാണി വെക്കണം, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, അല്ല വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നോമ്പൊക്കെ ആവുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇൻക്ലൂഡ് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ കാക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കാക്കു വരുമല്ലേ എന്നുള്ളത് കൺഫേം അല്ലായിരുന്നു, നോക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആളും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് ഒന്നും ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ സമയം 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം ഷടപടേന കുക്കിംഗ് അങ്ങ് തീർക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടില്ലേ, ഇവിടെ പുല്ലും ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്ന പൊന്തൊക്കെ ഇപ്പോൾ പറിച്ച് കളഞ്ഞപ്പോൾ മുറ്റം കാണുമ്പോൾ തന്നെ ഒരു വൃത്തി. ആ ഒരു മരത്തുമെന്ന് നല്ല രീതിയിൽ ഇല പൊഴിയുന്നുണ്ട്. ഇപ്പോൾ അതാണിപ്പോൾ അവിടെ അത്രത്തോളം ഇല കിടക്കുന്നത്. അതിമത്ത് മുഴുവൻ ഇലയും കൊഴിഞ്ഞു വീണിട്ടുണ്ട്. മഴ ഏകദേശം തോർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മഴ നോക്കുന്നതിനാൽ കാര്യം നടക്കൂല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം എന്തായാലും മഴയുടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ 5:30 മണിയായിട്ടുണ്ട് സമയം. ഇനി വേഗം ഷടപടേന്നുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാനിതാ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ലൈവ് വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ചുണ്ടിൻ്റെ നിറം എന്തെങ്ങനെ എന്നുള്ളത്. അപ്പോൾ അതിന് വേറെ ആരോ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇത് തേച്ച് നടന്നിട്ട് ഇപ്പോഴാണ് ശരിക്കും ചുണ്ടിൻ്റെ നിറം അറിയണത്, അതുകൊണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടിൻ്റെ നിറം അങ്ങനെ അല്ല കേട്ടോ. അത് നമ്മൾ ഈ ഫ്രണ്ട് ക്യാമറ പിടിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ മൊത്തത്തിൽ എല്ലായിടും വെളുത്തുങ്ങാണ്ട് ഇതായിട്ട് വരും. അപ്പോൾ അത് കാരണം ചുണ്ടൊക്കെ മൊത്തം വെളുന്നനെ ആവുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ചുണ്ടിന് ചോപ്പിൻ്റെ കുറവ് ചകരുണ്ട്. അത് ഇവാൻ്റെ ഡെലിവറി ടൈമിൽ വന്നതായിരുന്നു കേട്ടോ. ചുണ്ട് ഒരു നിറം കുറവായിങ്ങാണ്ട് വന്നത് ഇവാൻ്റെ ഡെലിവറി ടൈമിൽ വന്നതാണ്. പിന്നെ അത് ശരിയായിട്ടുണ്ടാകുന്നില്ല. പിന്നെ ഞാൻ ചുണ്ട് ചോപ്പിച്ച് നടക്കുന്നത് എന്ന് പറയുന്നത്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.5 വർഷം അത്രേ ആയിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് നമ്മൾ 19s കിഡ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഭയങ്കര മടിയായിട്ടും ഭയങ്കര പോരായ്മയായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഇടുന്ന കണ്ടു കഴിഞ്ഞാലൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ നമ്മൾ സ്വയം അങ്ങനെ ഇട്ട് അങ്ങനെ ഇപ്പോൾ ആരും ഇടാത്തവരുണ്ടാകും, എന്നാലും ഒരു അത്യാവശ്യം എല്ലാവരും ഇടുന്നതാണല്ലോ ഇപ്പോൾ ലിപ്സ്റ്റിക്ക്. അപ്പോൾ അങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് മടിയോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ മാക്സിമം പോയ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം ഈ വീട്ടിലേക്കൊക്കെ ഇരുന്ന് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിക്കണത്. ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഉണ്ടാകുക, അത്രേ ഉള്ളൂ കേട്ടോ. അതുവരെ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. സാധാ പോലെ നടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ സാധാ പോലെ തന്നെയാണ് നടക്കുന്നത്. എൻ്റെ മുഖത്ത് ഞാൻ അത്ര മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ആക്കുന്നില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ അധികം മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ആകെ ഇടുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. വേറൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ കട്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് വലിയുള്ളിയും തക്കാളിയും കുറച്ച് എണ്ണ ഒഴിച്ചെങ്ങാണ്ട് കുക്കറിൽ 2 വിസിലടുപ്പിച്ചെടുക്കും. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ചിക്കനിൽ മസാല തേച്ചെടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു നുള്ളു ഫുഡ് കളറ് അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തൈര് ഉണ്ടല്ലോ അത് ഒഴിച്ചാലും മതി. പക്ഷെ നമുക്കിന്ന് ബിരിയാണി വെക്കാൻ തൈര് കിട്ടിയില്ലടോ. കടയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സുർക്ക വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നമ്മളിതാ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ചിക്കൻ അങ്ങനെ വെക്കാം. ഞാൻ പറഞ്ഞില്ല എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്ന് പറയുന്നത് ചിക്കനൊക്കെ അവിടെ ഓരോ ട്രിപ്പായിട്ട് ഞാൻ ഇവിടെ പൊരിച്ചെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം ഞാൻ ഇപ്പുറത്തെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഉപ്പും ഒരു നുള്ളല്ല ഒരു ടേബിൾ സ്പൂണൊക്കെ ഒരു വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അരി തമ്മിൽ ഒട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ പൊരിച്ചപ്പോഴേക്കും ഇവിടെ മണം
പിടിച്ചിങ്ങാണ്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. പാത്രമാണ് കേട്ടോ ഈ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തൊട്ടപ്പോൾ ചിക്കൻ ചൂടാണെന്ന് കണ്ടപ്പോൾ പിന്നെ ഇതാ കയ്യിലൊക്കെ വെച്ച് ചട്ടക വെച്ചിങ്ങാണ്ട് ഇങ്ങനെ തോണ്ടിങ്ങാണ്ട് ഇങ്ങനെ എടുത്ത് ഇതാക്കുകയെന്ന് കേട്ടോ. അപ്പോൾ മറ്റോളെയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. താത്ത വന്നോ ചിക്കൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റോളെയും കൂടെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ചോറുക്കോ? നിങ്ങൾക്ക് ചോറുക്ക് പീസില്ല കേട്ടില്ലേ? ഇത് കണ്ട എൻ്റെ അമ്മ അറിയും എന്തിനാ ഇവിടെ വന്നാൽ തിന്നലേന്ന്. സെയിം മത്ത കുത്തിയാ കുമ്പളം മക്കൂലല്ലോ. എൻ്റെ മക്കൾ തന്നെ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. എവിടേക്കോ ആലിപ്പഴം വീണിക്കണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കാക്കു വന്നങ്ങാണ്ട് പറയുന്നത്. കാക്കു ഒന്ന് വന്നത് സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനും ഇത് ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്താ പറയുക കാക്കു വരുമല്ലേ എന്നുള്ള ഞാൻ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ കാക്കു വരൂല പണി കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയുടെ അരി ഒരു 60% വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു ഊറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഊറ്റി എടുത്തതിന് ബിരിയാണീൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാവരും ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. വറ്റിച്ച് ബിരിയാണി വെക്കൽ കുറവാണ്. നമ്മളെല്ലാവരും ഊറ്റിയിട്ട് തന്നെയാണ് ബിരിയാണി വെക്കാറ്. ഇനി നമുക്ക് ബിരിയാണീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒന്ന് കുറച്ച് ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മസാലക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂട്ടി ചതച്ചതാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ചതക്കാൻ കറണ്ട് പോയിക്കായിരുന്നു കേട്ടോ മഴ പെയ്തത് കാരണം. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് ചതച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവിനായിട്ട് നമ്മളത് പച്ചമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ബിരിയാണി മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഗരം മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പല രീതിയിലും ബിരിയാണി വെക്കാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടും വെക്കാറുണ്ട്. അല്ലാതെ ഇതുപോലെ സിമ്പിളായിട്ടും വെക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അതെന്തിനാ ബിരിയാണി മസാലയിൽ എന്നല്ല വിചാരിക്കുന്നത്. നമ്മളുടെ ഇവിടെയൊക്കെ ബിരിയാണി എന്തെങ്കിലും പരിപാടികളൊക്കെ കല്യാണം അങ്ങനെ എന്ത് പരിപാടി ഉണ്ടാക്കുമ്പോഴും വെപ്പേരെ വിളിക്കുമല്ലോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. അവർ വിളിക്കുന്ന സമയത്ത് അവർ ഉണ്ടാക്കണത് ഞാൻ പലപ്പോഴും ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലവർ ലിസ്റ്റ് നമുക്ക് തരുമല്ലോ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ മേടിക്കണം എന്നുള്ളത്. അതിലവർ എഴുതുന്നതാണ് ചില്ലി സോസും അതുപോലെ ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പ്. ഈ 2 സോസും അവർ എഴുതുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശ്രദ്ധിച്ചിട്ട് അവർ അത് 2 സോസും ഈ മസാലയിൽ ഒഴിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിച്ച് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഒഴിക്കാറുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണീൻ്റെ ആ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തത് തൈരിന് പകരമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തൈര് കിട്ടിയിട്ടുണ്ടാകുന്നില്ല. അതിന് പകരമാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തൈര് കിട്ടുകയാണെങ്കിൽ എന്തായാലും തൈര് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതാ ചിക്കന് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതിൽ ഉള്ളി ഏത് തക്കാളി ഏത് നമുക്ക് തിരിച്ചറിയത് അത്ര രീതിയിൽ മസാല എന്ത് ചെയ്യണം കുക്കായി കിട്ടണം. ഇപ്പോൾ എൻ്റെ ഒപ്പം എപ്പോഴും പറയും ബിരിയാണീൻ്റെ ടേസ്റ്റ് അറിയണത് ആ മസാലയിലാണ്. ആ ബിരിയാണിയിൽ മസാല എവിടെയെന്നുള്ളത് കാണരുത്. ഉള്ളിയും തക്കാളിയും ഏതാണെന്ന് തിരിച്ചറിയത് അത്രത്തോളം അത് കുക്കാണോ അത്രത്തോളം അത് ടേസ്റ്റുമാണ് എന്ന് പറയുന്ന ഇപ്പോൾ പറയുന്ന കേൾക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം നന്നായിട്ട് ബിരിയാണി വെക്കും കേട്ടോ. ഉപ്പാന്നല്ല ഉപ്പാൻ്റെ അനിയന്മാരും അമ്മായിമാരും എൻ്റെ ഫാമിലിയിൽ ഒട്ടുമിക്ക എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിരിയാണി വെക്കും. ബിരിയാണി നല്ല കേട്ടോ. എല്ലാ ഫുഡും കുക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഒക്കെ കുക്ക് ചെയ്യുന്നവരാണ്. ഇനിയിപ്പോൾ അതാ നമ്മുടെ മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോറിടുമ്പോൾ അതിൻ്റെ അടിയിൽ വാഴയിലേ അല്ലെങ്കിൽ തുണിയൊന്നും വെക്കാറില്ലേ ചോദിക്കാറുണ്ട്. അയ്യോ നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്നേവരെ അത് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഫോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഭാഗത്ത്. മലപ്പുറത്തൊക്കെ അങ്ങോട്ടും ആ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് വാഴയില ഇടയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇടുന്നത്. നമ്മളിവിടെ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. നമ്മൾ മസാലയുടെ മുകളിലോട്ട് ഡയറക്റ്റായിട്ട് എന്തിടും റൈസ് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നാലാണ് ആ ഒരു റൈസും ആ ഒരു മസാലയും കൂടെ തമ്മിലൊരു ഒരു ഒരു ബോണ്ട് വേണ്ടേ ഒരു ബിരിയാണി അറിയുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കല്ലേ നല്ലത്. ഇതാകുമ്പോൾ അവർ തമ്മിലൊരു ടച്ചപ്പ് ഉണ്ടാകും. പിന്നെ അതാ ആ ചിക്കൻ പൊരിച്ചിട്ടുള്ള കുറച്ച് എണ്ണ നമ്മൾ നെയ്യൊക്കെ തൂവി കൊടുക്കുമല്ലോ. അതിന് പകരം ഇതുപോലെ ചിക്കൻ പൊരിച്ച് വെക്കുകയാണെങ്കിൽ ആ ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ റൈസ് കഴിക്കുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും. ഞാൻ വെറുതെ പറയല്ല. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പും പുതിനയും
അതുപോലെ തന്നെ ഗരം മസാലയ്ക്ക് ഇടയ്ക്ക് തൂവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായി. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അത് അവിടെ കിടന്ന് ദമ്മിൽ വേവട്ടെ. അതുവരെ നമുക്ക് എന്ത് ചെയ്യുക, ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനും കഴുകി വെക്കാനും ഒക്കെ ഒന്ന് നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാനും ഇതിനും ഒക്കെ പണികളുണ്ട്. അപ്പോൾ അതിനൊക്കെ നിൽക്കണം. അതിൻ്റെ മുമ്പ് വീതനൊക്കെ ഒന്നാണ്ട് റെഡിയാക്കിയിട്ട് പിന്നെ നിൽക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ഇവിടെ ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5:30ക്കാണ് ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം 6:27 ബിരിയാണി ദമ്മിലായി. ഇനിയൊരു 5-10 മിനിറ്റോളം അവിടെ ദമ്മിൽ കിടക്കട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് നോമ്പ് തുറന്നിട്ട് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, സൂപ്പർ ടേസ്റ്റാണ്. കഴിക്കണതിൻ്റെ മുമ്പ് എങ്ങനെ വെച്ച് പറയണമെന്നില്ലേ, ഞാൻ അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നല്ലേ തിന്നത്, ഞാൻ മാത്രമല്ല കേട്ടോ. ഇവിടെ പലർക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തിനാ അത്ര ഓയിൽ യൂസ് ആക്കുന്നതെന്ന്, ഫുഡ് ഉണ്ടാക്കുമ്പോൾ യൂസ് ആക്കണം ചോദിക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓയിൽ യൂസ് ആക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ബിരിയാണിയൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ട് നല്ലതായിട്ട്, ചിലവർക്ക് റൈസൊക്കെ ഉണങ്ങിയതായിട്ട് അങ്ങനെ കഴിക്കുന്നവർ ഇഷ്ടമുള്ളവരുണ്ടാകും. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഇവിടെ നമുക്ക് റൈസൊക്കെ അത്യാവശ്യം നല്ല എണ്ണമയത്തോടു കൂടി നല്ല രീതിയിൽ അങ്ങനെ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റിൽ കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം. നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയാലും ഇപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയല്ലേ ഫുഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരു ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ യൂസ് ആക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർ ഉപയോഗിക്കേണ്ട കേട്ടോ, ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതിയേ. പക്ഷേ ആ റൈസിനൊരു എന്താ പറയുക ഒരു ഉണർവുണ്ടാകും ആ എണ്ണ കൂടെ ഒഴിക്കണ സമയത്ത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് വത്തക്ക കാക്കു വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചുവപ്പുള്ള വത്തക്കയായിരുന്നു. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിങ്ങാണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കാക്കുവിൻ്റെ വരവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലൈവ് വന്നപ്പോൾ എന്തേ പറയാറുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നാര മക്കളെ, ഞാൻ ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് ലൈവ് വന്നിട്ടില്ല. കുഞ്ഞിപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഓൻ വന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ. ഞാൻ വെറുതെ ഒന്ന് പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നിയതായിരുന്നു, നയനക്കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് അല്ലേ, ഒന്ന് ലൈവ് ഒന്ന് വന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയിട്ട് ഒന്ന് വന്നതായിരുന്നു. അല്ലാതെ ഞാൻ എന്താ പറയുക പറഞ്ഞില്ലല്ലോ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതായിരുന്നു. ഇൻഷാ അല്ലാ ഇനി ഞാൻ വരുമ്പോൾ പറയാട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കാക്കു കൊടുക്കുന്നതായിരുന്നു, ബനാന കേക്ക്. അത്ര നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മുടെ ഇതിൻ്റെ സ്ക്വാഷ്, നമ്മുടെ എന്താ പറയാം പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇതുണ്ടാക്കിയതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. നിങ്ങൾക്ക് നോമ്പറക്കണ സമയത്ത് കേൾക്കാട്ടോ. അപ്പോൾ എന്തായാലും നോമ്പറക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ലൈവിൽ വന്നപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ലൈവിൽ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കു വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പണി കഴിയൂല എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാനൊരു നായി അരി വെച്ചിങ്ങാണ്ട് എന്തെങ്കിലും ഒരു ബിരിയാണി വെക്കണം അങ്ങനെ ആഘോഷിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കേക്ക് കട്ടിങ്ങോ അതോ ഒന്നും നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ 3 ആളോ എല്ലാം ഉള്ളു ഉണ്ടാവും. അപ്പോൾ ഒരു നായി അരി ഇട്ട് ബിരിയാണിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുപ്പിത്തവും പിന്നെ വായിക്ക് വെള്ളം പറഞ്ഞു അവന് സ്ട്രോബെറിക്ക് പിന്നെയും മറ്റേ കുപ്പിത്തവും പറഞ്ഞു പിന്നെ വെള്ളം പറഞ്ഞു വേറെ മാത്രം ഇട്ടിട്ടില്ല. അല്ലേ അതാ 20 ഗ്ലാസ് സാധനം ഉണ്ടാക്കേണ്ട വെള്ളമാണത്. 20-25 ഞാനത് ആലോചിച്ചത് മധുരടാണ്ടത് ഇങ്ങനെ കയറിയത് പഞ്ചാര ലാഭായില്ലേ. ഇച്ച് പണ്ടത് ഉണ്ടാക്കണ പണിയൊന്നും അല്ലായിരുന്നു. അതുവരെ അങ്ങനെ തിന്നെ അവന് മരുന്ന് രൂപ കൊണ്ട് കൊണ്ടാ മതി.
ക്രീമുള്ള കേക്ക് കുറച്ചുണ്ടായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടാല്ലേ? നമ്മക്കറിയാം ഇത്രക്ക് അന്തം കമ്മിയാണ് ചെയ്യുന്നില്ലേ. ഇതുവരെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ. അന്തം കമ്മിയായിട്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, പറ്റിയിട്ടൊന്നുമില്ല. അന്റെ ഇപ്പുള്ള വെള്ളം മുഴുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മധുരം ഉണ്ടാവുക? നല്ല മധുരല്ലേ? ഇത് ശരിക്കും 7 Up വരെ എന്തോ മറ്റേക്കാരം മൊഹിറ്റോ. പ്രൊണൗൺസ് അങ്ങനെ എത്ര വരിക? മൊഹിറ്റോ. ഇതില് പുതിനയിലല്ലേ അതും നാരങ്ങൻ്റെ ഒരു സ്ലൈസൊക്കെ കുത്തിക്കാണ്ട് അതിക്ക് സ്പ്രൈറ്റോ അല്ലെങ്കിൽ സൈനപ്പൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിഷ്ടമായി. ഇതെനിക്കിഷ്ടമായി ഏറെ. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആകൊണ്ടേക്കാരം. നല്ല രസമുണ്ട്. തീരുമാനാവും കേട്ടോ. ഞാൻ കെട്ടിപ്പോ അത് ചെക്ക് ചെയ്ത് 2-3 ദിവസം എന്താ ഹാപ്പി ബർത്ത്ഡേ ടു അൽഹംദുലില്ലാ. നിങ്ങൾ വെറുതെ വെള്ളം പറഞ്ഞ് നീട്ടിയിട്ട് അതിൻ്റെ രസമാണ് കളഞ്ഞു. ആദ്യം കുടിച്ചപ്പോൾ എന്തൊരു രസമായിരുന്നു എഴുതിയിട്ട്. അപ്പം അടുത്തൊന്നും തരം രസത്തിൽ ജ്യൂസ് കുടിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജ്യൂസിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നുള്ളത്? സ്ക്വാഷ് ഉണ്ടാക്കുന്ന രീതി എൻ്റെ മണ്ടത്തരം കൊണ്ട് മാറിപ്പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കിച്ചൺ മൊത്തം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് പോയി ഒരു കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അയാനക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ആളുടെ ബർത്ത്ഡേൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്കി നമ്പറാണ് കേട്ടോ. കാരണം 22/2/2022 ആളുടെ ബർത്ത്ഡേ ഡേറ്റ് വരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, 22/2/2022 അതാണ് കേട്ടോ ആളുടെ ലക്കിയസ്റ്റ് നമ്പറാണ് കേട്ടോ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ നമ്മൾ അജ്മാസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആര്യമ്പാവത്തി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പോലെ ബ്ലാക്ക് ഫോറസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞു റെഡ് വെൽവെറ്റ് മതിയെന്ന്. അങ്ങനെ ഒന്നും പിന്നെ റെഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാനെക്കുട്ടിക്ക് സ്പൈഡർമാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ആ തീമിലൊരു കേക്ക് ഉണ്ടാക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് തീം കേക്കൊന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് ഏതെങ്കിലും ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവരാ, ഓളൊരു പൂതിക്ക് അതൊന്ന് മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. കാക്കുവിന് എന്താ ജോലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാക്കുവിന് തന്നെയാണ് കേട്ടോ പണി, കേക്ക് ഉണ്ടാക്കണ പണി. പക്ഷേ കാക്കു നിൽക്കണോടത്തുനിന്ന് 2 കിലോമീറ്ററോളം ഇങ്ങോട്ട് 2 കിലോമീറ്റർ എന്ന് പറയുന്നത് 2 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം ബൈക്കുമ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. കാക്കു ഇവിടെ വന്നേക്ക് ഉച്ചക്ക് കയറി നിൽക്കായിരുന്നു മുണ്ടാതെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് കേക്ക് വാങ്ങിക്കാമെന്ന്, എന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് വല്ല എടുത്തപ്പോൾ കാക്കു പറഞ്ഞു ഞാൻ എഴുതിക്കോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എഴുതുമോ എന്ന് വെച്ചു. അണ്ണാങ്കുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കണ അറിയില്ല നമ്മരി പൊലി വേണ്ടോ. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നമ്മൾ കേക്കും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓല വണ്ടിയും വരുത്തിയിട്ട് ഞാൻ അതിൻ്റെ നേരെ അപ്പുറത്തെ കടയിൽ പോയിങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് അയാനക്കുട്ടിക്ക് ഒരു സ്പൈഡർമാൻ്റെ ഒരു ബൊമ്മക്കുട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഓൾക്ക് കാണിച്ചു കൊടുക്കാതെ അപ്പച്ചക്ക് ഒരു ഷർട്ട് വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓൾക്ക് കാണിച്ചു കൊടുക്കാതെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി നിൽക്കുകയായിരുന്നു. ഓളോട് പറഞ്ഞിട്ടുണ്ടാകുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് കട്ട ഫാനാണ് സ്പൈഡർമാൻ്റെ കേട്ടോ. എങ്ങനെ ഈ കുട്ടിക്ക് TV വന്ന് വാങ്ങിച്ച മുതൽക്കാണ് കേട്ടോ അയാനക്കുട്ടി സ്പൈഡർമാൻ ഫാനായി മാറിയത്.
അതുവരെ ആൾക്ക് അങ്ങനെ ഒരു സ്പൈഡർമാനെ ഒരു ഇതും അറിയൂലായിരുന്നു. TV വാങ്ങിച്ചതിന് ശേഷം ഇവിടെ ആകെ അടിയായിന്. ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഓളെ അടിച്ചേ ചീത്ത പറയുക ചെയ്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ TV ആണെന്നുണ്ടെങ്കിൽ ഓളെ എന്ത് പറഞ്ഞിട്ടാണ് കരയാന്നറിയോ? താത്താനോട് സ്പൈഡർമാൻ ഇടാൻ പറഞ്ഞിട്ടാണ് കരയുക കേട്ടോ. കാരണം വേറെ എന്തെങ്കിലും കാര്യത്തിനേക്കാരം അടിച്ചിട്ടുണ്ടാവുക, പക്ഷെ കരയുക താത്താനോട് സ്പൈഡർമാൻ ഇടാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇവാക്കാണെങ്കിൽ സ്പൈഡർമാനോട്ട് പറ്റൂല. ഇവിടെ എപ്പോഴുള്ള അടി അതിനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്പൈഡർമാൻ്റെ ബൊമ്മക്കുട്ടി വാങ്ങി വീട്ടിൽ വന്ന് ഞാൻ വേഗം അതോളെ കാണാതെ റാക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ കേക്കൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചു. ഇനിയിപ്പോൾ കാക്കു തറവാട്ടുത്തോലെയും അതുപോലെ തന്നെ സായിത്താത്താനീറ്റും ഒക്കെ വിളിച്ചാൻ വേണ്ടിയിട്ട് പോയിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ആദ്യം തന്നെ കാക്കുവിനും പോരുന്നത് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റൂല കേട്ടോ. പണി കഴിയുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ വരാറാണ്. അങ്ങനെ ആദ്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും വിളിച്ച് എൻ്റെ വീട്ടിലത്തോലെയും ഇവിടുത്തോലെയും എല്ലാവരെയും വിളിച്ച് നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കായിരുന്നു. പക്ഷേ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. എന്നാലും അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. എല്ലാതുകൊണ്ടും കാക്കു വന്നിട്ടും കേക്ക് വാങ്ങിയിട്ടും നമുക്ക് ഒന്നിച്ചിരുന്ന് നോമ്പുറക്കാനും എല്ലാത്തിനും അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരുപാട് കാലം എൻ്റെ കുട്ടിക്ക് ഇതുപോലെ കേക്ക് മുറിക്കാനും ഇതിനും ഒക്കെ പറ്റട്ടെ. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി പേരുണ്ട്. ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമല്ല. കുറേ പേര് ചോദിക്കുന്നതെന്ന് കാക്കുവിൻ്റെ വീട്ടുകാർ വരാറില്ലേ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ ഫോണിൻ്റെ മുന്നിൽ കാണുന്ന ഞങ്ങൾ 4 പേരല്ലാതെ പിന്നിൽ ഇമ്മ ഇപ്പ അതുപോലെ നാത്തൂന് പിന്നെ സായിത്താത്ത കുട്ടികൾ ഇളയച്ചന് ഇളയച്ചി കുട്ടി ഒക്കെ ബാക്കിലുണ്ട് കേട്ടോ. പക്ഷെ ആരും വീഡിയോയിൽ വരില്ല. ഇമ്മയൊക്കെ ഇളയച്ചൻ ഫോൺ ബാക്കൊക്കെ തിരിച്ചുന്ന സമയത്ത് റൂമിക്ക് മണ്ടു കേട്ടോ. ഇന്ന വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പം റൂമിക്ക് മണ്ടും. അതൊക്കെ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് ആണ് ആരനെ ഞാൻ കാണിക്കാത്തത് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്. എല്ലാവരും വരവും പോക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാക്കുവിൻ്റെ അമ്മീപ്പിയും വരവില്ലേന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ അവർക്ക് അത്യാവശ്യം ഏജ്ഡ് ആയതാണ്. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ വരാനൊരുക്കാനൊന്നും താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇൻഷാ അല്ലാ എന്തെങ്കിലും ഓലൊക്കെ ഓക്കെ വീഡിയോ എടുത്തോ എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ഓല കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരുടെയും പ്രൈവസി കയറിയിട്ട് വീഡിയോ കൊണ്ട് പോകാറില്ല. ആരും ഓക്കെ അല്ല എന്ന് പറയുന്നവരാരും ഞാൻ എടുക്കാറുമില്ല കേട്ടോ. അപ്പോൾ അല്ലാത്തവരെ ഞാൻ കാണിക്കാറുണ്ട്, ഓക്കെ ആയവരെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സയാൻ ബേബി ഇവിടെ അയാനക്കുട്ടിൻ്റെ കട്ട ചങ്കാണ് കേട്ടോ. സയാനു ഓനവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയാനക്കുട്ടി തറവാട്ടിൽ നിന്ന് പോരെന്നെ ചെയ്യൂല. അപ്പോൾ എനിക്ക് കേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാക്കുക. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേക്ക് വാങ്ങാൻ പോയ സമയത്ത് ഞാൻ ബൈക്കുമ്പോൾ പോകുമ്പോൾ KSRTC ബസ്സിൽ നിന്ന് ഒരു താത്തയാണോ ചേച്ചിയാണോ എന്ന് അറിയില്ല, എന്നെ ഇങ്ങനെ കണ്ടിട്ട് ടാറ്റ അടിത്തരും ഹായ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഭയങ്കര പൊലി, നമുക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാനെക്കുട്ടി ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ സ്പൈഡർമാനെ കിട്ടിയപ്പോൾ. ഇനിയിപ്പോൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് നമ്മുടെ സയാൻ ബേബിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഓൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരുന്നത് ഏപ്രിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചർച്ചയൊക്കെ ഇങ്ങനെ നടത്തുകയാണ്. ഓന് ഇങ്ങനെ പിടിച്ച് നടക്കൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നടക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ അങ്ങനെ കൊണ്ടുവരണം, പന്തലിട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അമ്മ അങ്ങനെ പറയുന്നു കല്യാണമാണോ പന്തലൊക്കെ ഇടാനെന്നൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ഇപ്പോഴത്തെ ഈ ഒരു ഇപ്പൊക്കെ എന്താ പറയുക പല്ല് വന്നവരെ വലിയ ആഘോഷം ഉണ്ടാക്കണമല്ലേ, അങ്ങനത്തെ ഒന്നും നമ്മളിവിടെ ആഘോഷിക്കാറില്ല കേട്ടോ. പക്ഷെ ബർത്ത്ഡേ ഒക്കെ ചെറിയ രീതിയിൽ ഇതുപോലെ ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് അങ്ങനെയൊക്കെ ഇതാക്കാറുണ്ട്. അങ്ങനെ എന്തായാലും അവരൊക്കെ പിന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അവർ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ പോയി. ഞാൻ പറഞ്ഞല്ലോ ഒട്ടും നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഫുഡൊക്കെ വെച്ച് പരിപാടിയൊക്കെ ഉണ്ടാക്കായിരുന്നു. എല്ലാവരും കേക്ക് മുറിച്ചേക്ക് തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ബർത്ത്ഡേയും നോമ്പ് തുറയും എല്ലാം കൂടെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണേ.